സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഞാൻ കറുപ്പ് സിനിമയാണ് വന്നിരിക്കണേ. നമ്മുടെ കാവേരി തിയേറ്ററിൽ വെങ്ങേരുടെ അടുത്ത് തന്നെ കാവേരി 2:30 ഷോ. ഞാൻ അതിരടിയുണ്ട്. കിടില സിനിമയായിരുന്നു. അടുത്ത സൂര്യയുടെ കറുപ്പ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് പോകണേ. ടിക്കറ്റ് എടുക്കട്ടെ. സിനിമ ഉള്ള ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരച്ച് സെറ്റായി. എന്റെ പഴയ ഒരു കൂട്ടുകാരനെ തിരിച്ചിട്ട് ടെസ്റ്റം മേടിച്ചു. ഹായ് പറയടാ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നീ പറയടാ. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് അടിച്ച് നമുക്ക് സെക്കൻഡ് ഹാഫിൽ നോക്കാം. സിനിമ കണ്ടു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വെക്കൊണ്ടെങ്കിൽ വീടെത്തിയിട്ട് റിവ്യൂ പറയാം. അപ്പോൾ സിനിമ കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന ഉടനെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗ് അടിച്ച്. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യ വരണം. അതുവരെ ചെറിയ ലാഗ് ആയിരുന്നു. അതൊരു ക്യാരക്ടർ ബിൽഡിങ്ങും അങ്ങനെയൊക്കെ. അതിനുശേഷം സൂര്യ വന്നതിന് ശേഷം എല്ലാം ഫ്രെയിമും എല്ലാം കണ്ട് എടുത്തു വെച്ച രീതി എല്ലാം കൊള്ളാം. എനിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞൂടാ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്, എന്നാൽ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതായത് ഒരു ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അത്യാവശ്യം കിട്ടുന്ന സിനിമ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗ് അടിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫൈറ്റ് സീനൊക്കെ നടക്കണ്. ഫൈറ്റ് സീനിൽ ഡാൻസ് കിടക്കണ ഒരുമാതിരി എനിക്കത് അത്ര അങ്ങോട്ട് വർക്കായില്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. സൂര്യ ഫാൻസിന് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ പോയി കാണണം, സൂര്യ ഫാൻസ് ആണെങ്കിൽ. അല്ലെങ്കിലും ജസ്റ്റ് ഒരു പോയി കാണാം, നിങ്ങളിഷ്ടമാണ്. എനിക്കത്ര ഒരു വർക്കായില്ല. പക്ഷേ ചില റെഫറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാമിയോയും എല്ലാം വേറെ ലെവലാണ്. പിന്നെ എനിക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞൂടാ. കിടില സിനിമ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോ. 1 ടൈം വാച്ചബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൂര്യ ഫാൻസിന് എന്തായാലും 100% ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതിന് മാത്രമല്ല, ഒരു കിഡിൽ റെഫറൻസും അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതായിപ്പോ എന്താണ്, പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്, സ്പോയിലർ ആയിപ്പോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി കിടിലം സിനിമയാണ്. പക്ഷെ അത്ര അങ്ങോട്ട് എനിക്ക് വർക്കായില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ ചെയ്യാറെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നണ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹൈപ്പ് കൊടുത്താണ് പോയത്. ഞാൻ ഭയങ്കര ഹൈപ്പ് കയറ്റി പോയിട്ട് ആ ഹൈപ്പിന് അത്ര ഇല്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ അത്ര ഹൈപ്പ് കൊടുത്താണ്. നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ പോയി ഒരു സിനിമ ആണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ വേറെ ലെവലാകും. അതിരടിയൊക്കെ ഞാൻ അങ്ങനെയാണ് പോയി കണ്ടത്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രതീക്ഷയില്ല, ചിലപ്പോൾ ട്രെയിലർ പോലും കാണാതെ ജസ്റ്റ് ഒന്ന് പോയി കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എനിക്കെന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തു. എൻ്റെ അടുത്ത് തന്നെ ചാട്ടം പറഞ്ഞു, കിഡിലെ സിനിമയുടെ പോയി കാണണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ഹൈപ്പിൽ പോയി കണ്ടിട്ടാണ് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കാവാത്ത. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സീനുകളൊക്കെ കിഡിലാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് സാധനം ഉണ്ട് അതിനകത്ത്. നമുക്ക് അത് കാണുമ്പോൾ മൊത്തം സാറ്റിസ്ഫൈഡ് ആവും. എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്, ഒരു പർട്ടിക്കുലർ സീനിൽ നമ്മളൊരു പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കും. പക്ഷെ ആ പീക്ക് ഒരു സീൻ മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സിനിമ മൊത്തം നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ. പർട്ടിക്കുലർ സീൻ മാത്രമുള്ള ഒരുപാട് ഒരു 10-20 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗ് അടിച്ച്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഞാൻ അല്ലാതെ അതിരടി ഞാൻ നല്ലൊരു റെക്കമെൻഡ് ചെയ്യും ഗൈസ്. അതിരടി ഞാൻ അതിൻ്റെ പ്രൊമോഷൻ പോലെ ആയപ്പോൾ, പക്ഷേ അതിരടി ഞാൻ നല്ലൊരു റെക്കമെൻഡ് ചെയ്യും. മസ്റ്റായിട്ടും പോയി കാണാൻ, എല്ലാവർക്കും വർക്കാവും. പക്ഷെ ഇതെനിക്ക് അത്ര അങ്ങോട്ട്, എനിക്ക് പേഴ്സണലി അങ്ങോട്ട് സെറ്റായില്ല. പക്ഷെ കൊള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ റെഫറൻസും കോമഡിയും പിന്നെ എന്താ ഇതായിപ്പോ, സ്പോയിലറായിപ്പോ, എല്ലാം കിടിലമാണ്. എനിക്കൊരു എബോവ് ആവറേജ് എന്നാൽ അത്ര ഞാൻ ഹൈപ്പ് അത്രയും കൊടുത്തോണ്ട് ആ ഹൈപ്പിൻ്റെ അത്ര വന്നില്ല. അത്യാവശ്യം കിടിലാണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ജസ്റ്റ് ഓക്കെ, ബൈ.